നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്കൊക്കെ ഒരു ത്രഷ് ഹോൾഡ് ലിമിറ്റ് ഉണ്ട്. എത്രയെന്ന് വെച്ചിട്ടാണ് പോട്ടെ സാരമില്ല സഹിച്ചിരിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? സിബിന്റെ കാര്യത്തില് പുള്ളിയെ അഴിഞ്ഞാടാൻ വിട്ടാൽ മാത്രം മതിയായിരുന്നു ഈ ഷോയെ പുള്ളി ഷോൾഡർ ചെയ്ത് കൊണ്ടുപോയനെ. ആ രീതിയിൽ അന്തസ്സായിട്ട് കണ്ടന്റുകൾ ഡെലിവർ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ. ഇപ്പൊ പോലും സിബിൻ ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് കളിക്കാനാണ് വന്നത്. അതെ, പുള്ളി നല്ല ഒന്നാന്തരമായിട്ട് കളിക്കുകയും ചെയ്തു. ആ വാക്ക് പുള്ളി പാലിച്ചു. 6 വൈൽഡ് കാർഡുകളിൽ 2 എണ്ണം പാഴായി പോയി. ബാക്കി 4 എണ്ണത്തിൽ ഏറ്റവും കിടിലനായിട്ട് ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ കണ്ടസ്റ്റന്റ് ആണ് സിബിൻ. അതും വളരെ കുറഞ്ഞ കാലയളവില്ല. മനുഷ്യരാണ്, തെറ്റും കുറ്റവും ഒക്കെ സംഭവിച്ചു എന്നിരിക്കും. പക്ഷെ അതിനെയൊക്കെ തെറ്റായിട്ട് പ്രൊജക്ട് ചെയ്ത് 2ാമത്തെ ആഴ്ച തന്നെ അൺവാണ്ടഡ് ആയിട്ട് എടുത്തിട്ട് അലക്കിയാൽ ആരാണെങ്കിലും ഡൗൺ ആയി പോകും. സിബിൻ ഇപ്പോ കൺഫെഷൻ റൂമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് കണ്ടന്റ് ആണ് എന്ന്. കറക്റ്റ് കാര്യമല്ലേ അയാൾ പറഞ്ഞത്? ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച ഒരാളെ വീക്കെൻഡിൽ എടുത്തിട്ട് പൊരിക്കാൻ ഷോ ഡയറക്ടർ തീരുമാനിക്കുന്നു. അതിങ്ങനെ ഒരു കണ്ടന്റ് മുന്നിൽ കണ്ടിട്ടല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇവര് മാനസികമായി തളർന്നതും എല്ലാം ഇവർക്ക് കണ്ടന്റ് ആണ്. കോർപ്പറേറ്റുകൾക്ക് കണ്ടന്റ് ആണ് ഇതൊക്കെ. അവർക്ക് കോർപ്പറേറ്റുകളാണ് മനുഷ്യരെ പിഴിഞ്ഞ് അവരുടെ എല്ലാം ഊറ്റിയെടുത്തിട്ടാണ് അവർ കോടികൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഊറ്റിപ്പിഴിയലിന് ഒരു ലിമിറ്റ് ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. അൺവാണ്ടഡ് ആയിട്ടാണ് സിബിനെ ഡ്രാഗ് ചെയ്ത് മെന്റലി തളർത്തിയത് ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില്. ഇന്ന് സിബിനൊന്ന് ആക്റ്റീവായിട്ട് വരാൻ ഇനി എത്ര സമയം എടുക്കുമെന്നാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? അയാൾ ഇനി പഴയ ആ ഒരു ഫോമില് നമുക്ക് കാണാൻ പറ്റുമോ? ഇനി ആരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാണ്, ഷോ ഡയറക്ടറിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാണ് ബാധിക്കുന്നത്. ആരെയാണ്? ഇവരുടെ തന്നെ TRP, വാച്ച് അവർ, റവന്യൂ, അതിനെല്ലാം ആണ് ബാധിക്കുന്നത്. സിബിൻ ഇങ്ങനെ മാനസികമായി തളർന്നതിന് പുള്ളിയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നോറയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് നാണം കൊണ്ടാണ് ആഫീസ് ഷംഷുദ്ദീനെ ഇതൊക്കെ നിന്റെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കാൻ. നോറയ്ക്ക് സംസാരിക്കാൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണോ അവൻ 6 എണ്ണത്തിനെ നീ കയറ്റി വിട്ടത് അതിനകത്തേക്ക്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കൂടിപ്പോകും ഞാൻ പറഞ്ഞാല്. സിബിൻ എന്തോ പാസ്റ്റ് ട്രോമ ഉണ്ട് എന്നൊക്കെ ഇപ്പൊ ലൈവില് പറയുന്നത് കേട്ടു. ആ വീട് ഇപ്പൊ ട്രോമയാണെന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു മാനസിക പരിഗണന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അയാളെ പുറത്തേക്ക് വിട്. അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം നിങ്ങൾ അയാളോട് ചെയ്തു കഴിഞ്ഞു, ഊറ്റിപ്പിഴിഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ ഇട്ട് ഒരാളെ ഊറ്റിപ്പിഴിഞ്ഞ് കൊല്ലാക്കൊല ചെയ്യരുത് എന്നത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.